ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരുടെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണമെന്നില്ല, അവരുടെ സ്ഥലം ചോദിച്ചാൽ അറിയണമെന്നില്ല, അവർ എഡ്യൂക്കേറ്റഡ് ആണോ അവർ വിവാഹിതരാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. വെച്ചാൽ അവരെ നമ്മൾ വിവേചനം കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു അടുപ്പം കാണിച്ചിട്ടോ എന്ന് വെച്ചാൽ അതുമില്ല. ഒരു പക്ഷേ മലയാളിക്ക് കറുപ്പിൻ്റെ പ്രശ്നം അറിയാം, പക്ഷെ ഒരു പക്ഷേ ഈ വെളുപ്പിൻ്റെ പ്രശ്നം കൂടി ഒരു പക്ഷേ ചർച്ച ചെയ്തു പോകും. ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന റിസ്കുകളൊന്നും നിങ്ങൾ ആക്ച്വലി അനുഭവിക്കുന്നില്ല. അൾട്രാ വയലറ്റ് റേയിൻ്റെ കാഠിന്യം കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന്, ഇൻറ്റേർണൽ ബോഡി പാർട്സിനെ ഇത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസസ് ഉണ്ട്, സെമി പാരലൈസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നിർജ്ജലീകരണം മാത്രമാണ് ചിലപ്പോൾ പോളച്ച് പൊങ്ങാം, ചിലപ്പോൾ അത് മരണത്തിന് കാരണമാകാം. ഇത്രയും അധികം റിസ്കുകളൊക്കെ അറിയുന്ന ഔദ്യോഗിക സംവിധാനങ്ങളിൽ ആൽബിനിസം ഉള്ള ആളുകളെ കുറിച്ച് ഒരു ലിസ്റ്റ് പോലുമില്ല. അതായത് ഈ മനുഷ്യർ എത്രയുണ്ട് എന്ന് നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ എവിടെയും കണക്കില്ല. ജനിച്ചതിനും കണക്കില്ല, മരിച്ചതിനും കണക്കില്ല. ഈ മനുഷ്യരോട് ആക്ച്വലി ആരാണ് ആക്ച്വലി ഇവരുടെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ആളുകൾക്കിത് തൊട്ടാൽ പ്രശ്നമാണ്, ഇത് പടരും, ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇവർക്ക് മറ്റ് ശേഷികളില്ല, ഇവർ ഒട്ടും പോസിറ്റീവ് അല്ല. കാരണം നമ്മളോട് ഇവർ മിണ്ടുന്നുമില്ല, കാണുന്നുമില്ല. പക്ഷെ ഇവരുടെ തോന്നലുകളിലെല്ലാം ഓരോ ആളുകളും അവരവരുടേതായ രീതികളിൽ ഉള്ള കാര്യങ്ങൾ. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളതും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കാൻ എനിക്ക് എൻ്റെ ജീവിതം തന്നെ ധാരാളം മതി. സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഗ്ലാസ്സും എൻ്റെ ഗ്ലാസ്സൊക്കെ തമ്മിൽ വല്ലാണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൽബിനിസം ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ കണ്ണിന് എന്തെങ്കിലും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എന്നാലും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയ പ്രത്യേകതകൾ ഉണ്ടാവും. കണ്ണ് ഭയങ്കരമായിട്ട് ഓടുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. ആൽബിനിസം ഉള്ള ഒരു മനുഷ്യൻ പുറത്തിറങ്ങി പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആയി ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവൻ ഒരേ സമയം സമൂഹത്തോടും അവരുടെ അന്ധവിശ്വാസങ്ങളോടും വെറുപ്പിനോടും വേണ്ടാതീനങ്ങളോടും ഈ നേച്ചറിനോടും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് നിൽക്കുക. ആ സമയത്ത് നമ്മുടെ ഒരു പേര് വിളിക്കാതെ അവർ നമ്മളെ സായിപ്പേന്ന് മാത്രം, മദാമേന്ന് മാത്രമാണ് വിളിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഇവർക്കൊരു സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവും. എൻ്റെ കൂടെ നടൻ ശരത് തേനിമൂലയാണുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാറിനെ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇന്നലെ താങ്കളൊരു പോസ്റ്റ് വായിച്ചു, ആൽബിനിസം. ആക്ച്വലി അത് വായിക്കുന്നോടം വരെ എനിക്കറിയില്ല ഇതിൻ്റെ ഈ ഒരു ആൽബിനിസം എന്താണ് എന്നെനിക്കറിയില്ല. താങ്കളെ പോലെ ഒരാൾ, അതായത് ഇതുവരെ 2 സിനിമകളിൽ അഭിനയിച്ചു, ഇനിയും വരാൻ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നം സമൂഹത്തിൻ്റെ മുന്നിൽ നിരന്തരം പറയുമ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങളെപ്പോലുള്ള മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഉയർത്തി കാണിച്ചത് അതിനകത്ത്. എന്താണ് ശരിക്കും ആക്ച്വലി ഇതിങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തപ്പെടണമെന്ന് ഇത്ര ആഗ്രഹിക്കാൻ കാരണം? ഒന്ന്, ആൽബിനിസം എന്നുള്ള വാക്ക് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ നമ്മൾ മെലാനിൻ എന്ന് പറഞ്ഞൊരു വാക്ക് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ശരീരത്തിന് നിറം കൊടുക്കുന്ന ഒരു വർണ്ണവസ്തുവാണ് മെലാനിൻ എന്ന് മലയാളത്തിലും ഒക്കെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മെലാനിൻ പൊതുവെ ഇല്ലാതെ ജനിക്കുന്ന അവസ്ഥേനെയാണ് നമ്മൾ ആൽബിനിസം എന്ന് പറയുക. അതായത് പ്യുവർ വൈറ്റ് ആയിരിക്കും, മുടിക്കൊക്കെ ചെറിയ ഷെയ്ഡ് കളറൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷെ പ്യുവർ വൈറ്റ് ആയിട്ട് അവരുടെ ത്വക്കിനും കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ഒരു മെലാനിൻ കണ്ടൻറ്റ് കുറവായിരിക്കും. പൊതുവെ ആളുകൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് മെലാനിൻ എന്ന് പറയുന്നത് ഒരു കളറ് പിഗ്മെൻറ്റേഷൻ മാത്രം ആണ്, അതിൻ്റെ ഡെഫിഷ്യൻസി മാത്രമാണ് ആൽബിനിസം എന്നുള്ളതാണ്. പക്ഷേ ഈ മെലാനിൻ എന്ന് പറയുന്ന ഹോർമോൺ വെറുതെ കളറ് കൊടുക്കുന്ന ഹോർമോൺ മാത്രമല്ല, അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു പിഗ്മെൻറ്റും മെലാനിനാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ നേരിടുന്ന പ്രശ്നം പലതരത്തിലാണ്. ഒന്ന്, കളറിൻ്റെ പേരിലുള്ള പ്രശ്നമുണ്ട്. ഒരു പക്ഷേ മലയാളിക്ക് കറുപ്പിൻ്റെ പ്രശ്നം അറിയാം, പക്ഷെ ഒരു പക്ഷേ ഈ വെളുപ്പിൻ്റെ പ്രശ്നം കൂടി ഒരു പക്ഷേ ചർച്ച ചെയ്തു പോകും. എനിക്ക് തോന്നുന്നു നിങ്ങളെയൊക്കെ ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് അറിവില്ലാത്തൊരു പ്രായത്തിൽ നിങ്ങളെ കാണുമ്പോൾ അത് സായിപ്പാന്ന് പറയും. കാരണം നമ്മൾക്ക് കാണുന്ന ഈ നിറം, ഇപ്പം ഈ പറയുന്ന എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ഹെയർ, ഈ താടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് സായിപ്പിൽ മാത്രമാണ്, വിദേശികളിൽ മാത്രമാണ്. സായിപ്പ് നമ്മൾ പറയുന്നത് വിദേശികളിൽ. ചേട്ടൻ്റെ പോസ്റ്റ് വായിച്ചതിനപ്പുറമാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന്. ഈ കളിയാക്കലുകളല്ല അവരെ ശരിക്കും പ്രശ്നങ്ങളിലാക്കുന്നത്. നിങ്ങൾ നേരിടുന്ന സാമൂഹ്യപരമായിട്ടുള്ളതുകൊണ്ട് അല്ലാണ്ട് തന്നെ പ്രകൃതിയിൽ നിന്നുള്ളതുണ്ട്. ഇപ്പോൾ ഈ ബ്ലാക്കിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഉള്ളവരോട് നിങ്ങൾക്ക് എങ്ങനെയാണ്, കൂടുതൽ ഇഷ്ടമാണോ, എങ്ങനെയാണ്? ആക്ച്വലി എൻ്റെ ഹെൽത്ത് വൈസ് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ബ്ലാക്ക് ഉള്ളവർ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കറുപ്പിൻ്റെ പൊളിറ്റിക്സ് കാണുന്നത് അതിൻ്റെ ജാതിയും ആ ഒരു ഇൻഫീരിയോറിറ്റി എല്ലാം വെച്ചുകൊണ്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുക, ഞങ്ങളുടെ ശരീരത്തിൽ 1% പോലും അൾട്രാ വയലറ്റ് റേ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഈവൻ എൻ്റെ സിംഗിൾ പിഗ്മെൻറ്റേഷൻ ഇല്ല.
അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഉണ്ടാകുന്ന റിസ്ക്കുകളൊന്നും നിങ്ങൾ ആക്ച്വലി അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് ഈ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന, ഗിഫ്റ്റ് വൈസ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ കറുത്ത മനുഷ്യരാണ്. അതുകൊണ്ട് ആ ഒരു ഗണത്തിൽ എനിക്ക്, ആ ഗണത്തിൽ മാത്രമല്ല കേട്ടോ, കറുത്ത മനുഷ്യരോട് അല്ലെങ്കിൽ റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചൂട് കാലത്ത് എന്താണ് ഇപ്പം ഈ പറഞ്ഞ പോലെ അൾട്രാ വയലറ്റ് രശ്മീനെ ബേൺ ചെയ്യാനുള്ള ഇത് ശരീരത്തിൽ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങളെക്കാൾ അധികം ചൂട് നേരിടുന്നുണ്ടോ? അതാണ് സത്യം. പക്ഷെ നമുക്കിന്നത് മറ്റൊരാളുകൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഡയഗ്രാം പോലും നമുക്കിന്ന് അവൈലബിൾ അല്ല. ഗൂഗിളിൽ നോക്കിയാൽ പോലും നമുക്ക് കിട്ടില്ല. അതായത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഒരു നോർമൽ പേഴ്സൺ എത്ര ശതമാനം UV പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ സൺ പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു 30°C അവരുടെ ശരീരത്തിൽ എത്രത്തോളം ഏൽക്കുന്നുണ്ട്. സെയിം ടൈം നമുക്കൊരു ഡയഗ്രാം അവൈലബിൾ ആവണം. ഞങ്ങളെപ്പോലെ ആൽബിനിസം ഉള്ള ആളുകൾക്ക് എത്ര ശതമാനമാണ് ഈ പറയുന്ന UV പ്രൊട്ടക്ഷൻ ഉണ്ടാവുക. ഒരു കോമൺ സെൻസിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ മനസ്സിലാവും, 1% പോലും അൾട്രാ വയലറ്റ് റേനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഈ മെലാനിൻ കണ്ടന്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 30% അടിക്കുന്ന വെയിൽ ഞങ്ങൾക്ക് എത്ര ശതമാനം ആയിരിക്കാം, നമുക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ കാലത്ത് ഇത്രയധികം ചൂട് കൂടുതലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഉള്ള ചൂടിൻ്റെ പ്രത്യേകത ചൂട് നിപ്പിൽ കൂടിക്കൊണ്ടിരിക്കുക. അതായത് 30 to 38 ട്രാൻസ്ഫർ വിത്തിൻ എ മിനിറ്റ്സ് ഒരു സെക്കൻഡ്, അങ്ങനെയൊക്കെ ഉള്ള സമയത്തും മണിക്കൂറുകൾ കൊണ്ടും ചൂടുകൾ മാറുമ്പോൾ അതിനെ കൺസീവ് ചെയ്ത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് സൺബേൺ ആണ്. അത് നോർമലി ആയിരിക്കത്തില്ല. അത് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യാം. അൾട്രാ വയലറ്റ് റേൻ്റെ കാഠിന്യം കൂടുതലുള്ളതുകൊണ്ട് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ, ഇൻറ്റേർണൽ ബോഡി പാർട്സിനെ ഇത് എഫക്റ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസസ് ഉണ്ട്, സെമി പാരലൈസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നിർജ്ജലീകരണം മാത്രമാണ് ചിലപ്പോൾ പോളച്ച് പൊങ്ങാം, ചിലപ്പോൾ അത് മരണത്തിന് കാരണമാകാം. അപ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചാൻസ് ഉണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സൂര്യാഘാതം ഉണ്ടാവാനായിട്ട്. ഇനിയിപ്പോൾ സൂര്യാഘാതത്തെ നമ്മളൊന്ന് നമ്മളത് പെട്ടെന്ന് മനസ്സിലായി ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിക്കുക. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനൊരു ചികിത്സയൊന്നും നിലവിലില്ല. ഇപ്പോൾ തൊലി പൊള്ളി പോയി കഴിഞ്ഞാൽ തൊലി പൊള്ളുന്നതിനൊരു ചികിത്സ ആവശ്യമുണ്ടായിരിക്കും, അതവിടെ കിട്ടും. നമ്മുടെ ഇൻറ്റേർണൽ ബോഡി അടക്കം ശരീരത്തിലേക്ക് പൊള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊള്ളാവുന്ന പ്രൈവറ്റ് ആശുപത്രികളാണെങ്കിൽ അവിടുത്തെ ഒരു AC റൂമിലേക്കോ ഒക്കെ മാറ്റിയിടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഒരു പൊള്ളലിന്, ബേണിന് മറ്റൊരു റെമഡി ഒന്നും നമുക്ക് തൽക്കാലം ഇല്ല. ഇനിയിപ്പോൾ ആൽബിനിസത്തിലുള്ള ആളുകൾക്ക് വേറെയും ഒരു അഡീഷണൽ റിസ്ക് ഉണ്ട്. ഒരു തവണ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു, 5-10 ദിവസം എടുത്ത് അവരതിനെ സർവൈവ് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ആ സർവൈവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വെയിലത്തേക്ക് ഇറങ്ങിയാൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും 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 നമുക്ക് സൂര്യാഘാതം ഞങ്ങളുടെ ശരീരത്തിൽ ഏറ്റ് കഴിഞ്ഞാൽ അത് മെലനോമ എന്ന് പറയുന്ന ഒരു സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയും സാധ്യത കൂടുതലെന്നല്ല, അതിനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും അധികം റിസ്കുകളൊക്കെ അറിയുന്ന ഔദ്യോഗിക സംവിധാനങ്ങളിൽ ആൽബിനിസം ഉള്ള ആളുകളെ കുറിച്ച് ഒരു ലിസ്റ്റ് പോലുമില്ല. അതായത് ഈ മനുഷ്യർ എത്രയുണ്ട് എന്ന് നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളിൽ എവിടെയും കണക്കില്ല. ഇവരിപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, ഇവർ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണോ എന്ന് ചോദിച്ചാലും നമുക്ക് വ്യക്തമായൊരു ഉത്തരങ്ങളില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, യുണൈറ്റഡ് നേഷന് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു സെപ്പറേറ്റ് വിങ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൽബിനിസം കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വിങ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്ന വേറെ, ഇപ്പോൾ നമ്മളിവിടെ ജാതിയൊക്കെ ജെൻഡറൊക്കെ ഡിസ്ക്രിമിനേഷൻ പറയുന്ന പോലെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ കളർ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിലടക്കം ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ഉണ്ടാകുമ്പോൾ എക്സ്ട്രീം ബ്ലാക്ക് ടു എക്സ്ട്രീം വൈറ്റ് ആണ്. അവിടെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ആക്രമണങ്ങളും നടക്കുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ്. ഇത് ഒരു പ്രേതം ബാധയുള്ളതാണ്. ഇപ്പോൾ അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം അവരെ പുറത്താക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിനകത്ത് അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇവരെക്കുറിച്ച് കണക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവരിപ്പോഴുടെ പ്രസന്റ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. ചേട്ടൻ്റെ ജീവിതത്തിൽ എത്രയെങ്കിലും ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആളുകളെ കാണാൻ പറ്റിയിട്ടുണ്ടോ ഈ സെയിം അസുഖമായിട്ട്? കുറച്ച് ആളുകളൊക്കെ ഞാനും കാണുന്നുണ്ട്. തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാൻ 17 ഇയർ ഒരു വയസ്സ് വരെയൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ചുറ്റുവട്ടങ്ങളിലാണ് പഠിക്കുന്നത്. പല പല സ്ഥലങ്ങളിൽ മാറി നിന്ന് പഠിക്കാൻ പറ്റിയതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണമുണ്ടെന്ന് മാത്രം. പക്ഷെ അവിടെയൊന്നും ഞാൻ എന്നെ പോലുള്ള ആളുകളെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ചുറ്റിലും ഉള്ള ആളുകൾ പറഞ്ഞു കേട്ട് ഈ ലോകത്തിൽ ഇങ്ങനെ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മോൾഡ് ചെയ്യുന്നു. പക്ഷെ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ
മറ്റു തലത്തിലൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നവരായതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണിച്ചിട്ടില്ല. എൻ്റെ ഉള്ളിലുണ്ടായ ബോധം ഒരു 17 ഒക്കെ വരെ ഈ നാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ കോളേജിലേക്കും മറ്റുള്ളിടത്തേക്കും വരുമ്പോഴാണ് പുറത്തേക്ക് സ്വതന്ത്രമായി നമ്മൾ ഇറങ്ങാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് കൂടുതൽ സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകളെ കാണുന്നുണ്ട്. പക്ഷെ അവരോടൊക്കെ നമ്മൾ ഇതുവരെയുള്ള സമയത്ത് ഞാൻ തന്നെ വേറൊരാളെ കാണാത്തതുകൊണ്ട് ആദ്യമായി ഞാൻ എൻ്റെ തന്നെ വേറൊരാളെ കാണുമ്പോൾ ആദ്യം കുറച്ച് ക്യൂരിയസ് ആയിരുന്നു. കുറേ നേരം ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ അവർ നിന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അധികം നേരം എന്ത് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രായത്തിലൊന്നും അതിന് പറ്റിയിട്ടില്ല. പിന്നെ അവർക്കൊരു ഒരു എന്താ പറയണേ, അവർ തമ്മിൽ കണ്ടാലും സംസാരിക്കാൻ കുറച്ച് സമയമെടുക്കും. കാരണം അവരുടെ ലൈഫിൽ മോൾഡ് ചെയ്തു വന്ന രീതിയും അവർ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നതും ഒരേ തരം ട്രോമകൾ ഉള്ള ആളുകളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് അത്ര എളുപ്പം. പക്ഷെ എന്നോടൊക്കെ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് സംഘടനയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ അതിജീവിതകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. രണ്ട് അതിജീവികനെ ഇവിടെ ഇതുപോലെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ എന്ത് സംസാരിക്കാനുണ്ടാവും? ഒന്നും സംസാരിക്കാനുണ്ടാവില്ല. പെയിൻ ഷെയർ ചെയ്യപ്പെടും. അവരറിയാണ്ട് തന്നെ ആ മുറിയിലാണെങ്കിൽ ആ സർഫേസിൽ അവരുടെ പെയിൻ ഷെയർ ചെയ്യപ്പെടും വിതൗട്ട് എനി നോയ്സ്. യെസ്, അതന്നെ. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒന്നുമില്ല. ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാൻ എന്നുള്ള അത് മാത്രമേ. പക്ഷെ അതിന് പോലുമുള്ള സാമൂഹിക അന്തരീക്ഷങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ ആക്ച്വലി വിളിച്ച് ആദരിക്കുന്ന അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല. കാരണം ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഇത്രയധികം ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൽ എന്തെങ്കിലും ആയി മാറുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും നമ്മുടെ സമൂഹത്തിൽ ഇവിടെ ഈ പറയുന്ന പോലെ ആളുകൾക്ക് ഇത് തൊട്ടാൽ പ്രശ്നമാണ്, ഇത് പടരും, ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇവർക്ക് മറ്റ് ശേഷികളില്ല, ഇവർ ഒട്ടും പോസിറ്റീവ് അല്ല. കാരണം നമ്മളോട് ഇവർ മിണ്ടുന്നുമില്ല, കാണുന്നുമില്ല. പക്ഷെ ഇവരുടെ തോന്നലുകളിലെല്ലാം ഓരോ ആളുകളും അവരവരുടേതായ രീതികളിൽ ഉള്ള കാര്യങ്ങളുണ്ട്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ അന്ധവിശ്വാസങ്ങൾ ഇവിടെയുണ്ട്. അത് ഒരു ഇതുപോലെയല്ല. ചേട്ടൻ പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. തൊട്ടാൽ പടരുമോ, ഇതൊരെന്തോ വെള്ളപ്പാണ്ട് അതുപോലത്തെ ഒരു അസുഖമാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഈ ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ശരീരത്തിൽ മെലാനിൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്, അത് മനസ്സിലാവില്ല. ഇത് തൊട്ടാൽ പടരും, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ അങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. കാര്യം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു സാമൂഹിക ലോകം വളരണമെങ്കിൽ എനിക്ക് ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഫൈറ്റ് ചെയ്താൽ എല്ലാ മനുഷ്യരെ പോലെയും നമ്മളെ ലേബലൈസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊക്കെ മനസ്സിലാക്കിയതൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഉണ്ട്, കൺസ്ട്രക്റ്റീവ് എന്ന് പറയും. അതായത് എൻ്റെ മുമ്പിൽ നിങ്ങളാണ് പ്രശ്നമെങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യാതെ എനിക്ക് എങ്ങനെ നിങ്ങളെ കടന്നു പോകാൻ പറ്റും എന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ അതായത് നിങ്ങളാണ് എൻ്റെ പ്രശ്നം എന്ന് തോന്നിയാൽ എനിക്ക് ഒരിക്കലും നിങ്ങളെ കടന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്നെ നോക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ എനിക്കറിയാം അത് ക്യൂരിയോസിറ്റിയും കൊണ്ടുള്ള നോട്ടമാണോ, അന്തം വിട്ടിട്ടുള്ള നോട്ടമാണോ, അല്ലെങ്കിൽ എന്താ പറയുക അതിനകത്ത് വെറുപ്പുണ്ടോ, പേടിയുണ്ടോ, ഇതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളതും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കാൻ എനിക്ക് എൻ്റെ ജീവിതം തന്നെ ധാരാളം മതി. അതനുസരിച്ച് ഞാൻ അവരോട് ചോദിക്കുകയുള്ളൂ, ഞാൻ അതിനോട് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അവർ തരുമ്പോൾ, അവരത് കൊണ്ടുവരുമ്പോൾ എല്ലാം എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ അതെനിക്ക് എങ്ങനെ കുടിക്കാം എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. എൻ്റെ കൺഫ്യൂഷൻ അബൌട്ട് അതേഴ്സ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ എടുക്കും, ആരൊക്കെ എടുക്കില്ല, ആരൊക്കെ പേടിക്കും, ആരൊക്കെ പേടിക്കാതിരിക്കും എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ടാണ്. അതൊരു 17 വയസ്സ് മുതൽ നമുക്ക് ബോധം വരുന്ന കാലം മുതൽ അത് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നം. ഇപ്പോൾ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഗ്ലാസ്സും എൻ്റെ ഗ്ലാസ്സൊക്കെ തമ്മിൽ വല്ലാണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മുതൽ ഇങ്ങനെ നല്ലതും ചീത്തയുമായ കുറെ, എല്ലായിടത്തും ചീത്ത മാത്രമല്ലല്ലോ. ഒരു സ്ഥലത്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് നമ്മൾ മനസ്സിലാവുന്നവരാണെങ്കിൽ അവിടെ അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ സ്പെഷ്യൽ ആയിരിക്കും നമുക്ക് കൊണ്ടുതരുന്നത്. അതാരും ചോദിച്ചിട്ടല്ല. അതാണ് ഈ മലയാളീൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽബനിസം അടക്കമുള്ള ഒന്നിനോടും അങ്ങനെയുള്ള ഒരു മനുഷ്യരോട് അവർ പരസ്യമായിട്ട് ഒരു വിവേചനം കാണിച്ചിട്ടില്ല. പക്ഷെ ഒരു അടുപ്പം കാണിച്ചിട്ടോന്ന് വെച്ചാൽ അതുമില്ല. കാരണം ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരുടെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണമെന്നില്ല, അവരുടെ സ്ഥലം ചോദിച്ചാൽ അറിയണമെന്നില്ല, അവർ എഡ്യൂക്കേറ്റഡ് ആണോ, അവർ വിവാഹിതരാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. വെച്ചാൽ അവരെ നമ്മൾ വിവേചനം കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ ഒരു ആവശ്യവും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ പോസ്റ്റ് ഇടുന്നതും അതിനു വേണ്ടി മാത്രമാണ്. ചേട്ടൻ്റെ ഒരു പോസ്റ്റ് ഞാനിപ്പോൾ വായിച്ചിരുന്നു. അതായത് ഈ ഇലക്ഷൻ സമയത്ത്, ഞാനിപ്പോൾ അതിലേക്ക് വരുമായിരുന്നു, ചൂടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇലക്ഷൻ സമയത്ത് നിങ്ങളെ കൂടെ പരിഗണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്.
ഈ നമ്മുടെ കേരള ഗവൺമെൻറ് നിങ്ങളെക്കുറിച്ചൊരു ഡേറ്റാ ബേസ് ഉണ്ടോ? ആക്ച്വലി ഞങ്ങളെക്കുറിച്ച് ഡേറ്റാബേസുകളൊന്നുമില്ല. അത് ഈ വേനലിനെ കുറിച്ച് ഒരു ധാരണയുള്ളത് കൊണ്ട് ഫെബ്രുവരി 5-ാം തീയതി നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും ഒരു ആൽബനിസം മാസ്റ്റർ പ്ലാൻ, കാരണം മുഖ്യമന്ത്രിയെ പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിത്തിൻ 1 or 2 minutes ആണ് കിട്ടുള്ളൂ. പ്രത്യേകിച്ച് അവർക്കും കൂടി എല്ലാവരും പ്രൊഫഷണലി അല്ലെങ്കിൽ അക്കാഡമിക്കലി ഈ സാധനം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണോ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാനുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയിട്ടുള്ളൊരു റിക്വസ്റ്റ് ആയിട്ടും പ്ലസ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വി നീഡ് എ ആൽബനിസം മാസ്റ്റർ പ്ലാൻ ഓഫ് കേരള ഇൻ 2024 2024 ഒരു ആൽബനിസം മാസ്റ്റർ പ്ലാൻ വേണം എന്നുള്ളതാണ് ഒരാൾക്ക് ഈസി ആയിട്ട്. കാരണം അവരൊക്കെ അതോറിറ്റേറിയൻഷിപ്പിലുള്ള ഒരാളാണ്. ഞാൻ പറയുന്ന കഥകളിലേക്കാൾ കൂടുതൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ അവരത് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച വാചകം അത് തന്നെയുള്ളൂ, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഞങ്ങളെക്കുറിച്ചുള്ള സർവേ നടത്തണം. രണ്ടാമത്തേത് ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റണം. വോട്ട് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും വെയിലത്ത് പോയി നമുക്കത് ചെയ്യാൻ ആളുകൾക്ക് അറിയില്ല, നമ്മളെക്കുറിച്ച് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ആ വെയിലത്ത് പോയി ഒരു വോട്ട് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ 10 ദിവസം വീട്ടിലിരിക്കുകയായിരിക്കും. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും, അല്ലാത്ത മനുഷ്യർക്ക് അത് അറിയത്തില്ല. അപ്പോൾ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അത് ലിസ്റ്റിൽ ഇതും പെടണം. പിന്നെ 1-2 വേറെ റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ റിക്വസ്റ്റുകളിലൊന്ന് മെട്രോ അടക്കമുള്ള പൊതു സംവിധാനങ്ങളിൽ ഇവരുടെ മൊബിലിറ്റി പ്രശ്നമാണ്, യാത്രകൾ ഈ സമയത്ത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, മെട്രോ അടക്കം കുറച്ചൊരു ആൽബനിസം ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ കാണുള്ളൂ. പക്ഷെ എന്നാൽ അവർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് സർക്കുലർ ഇറക്കുകയോ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്താൽ അത് ഈ സമയത്ത് ഒരുപാട് യാത്രകൾ, ഒരു പക്ഷെ അവരുടെ കൂടുതൽ സമയം ഈ മെട്രോയിൽ തന്നെ ചെലവഴിക്കുമ്പോൾ അവരെ കുറേ ആളുകൾ കാണുകയും അത് ചിലപ്പോൾ ഈ പറയുന്ന അവയർനെസ്സിനൊരു ഘടകമാവുകയും ചെയ്യും. ഒന്നിൽ കൂടുതൽ ആൽബനിസുകൾ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി നമ്മൾ ശരിക്കും ഷട്ടേഡ് ആയിരിക്കും. അത്ര എളുപ്പത്തിൽ അവർക്ക് വേറെ യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടല്ല, നമ്മൾ അത്രയും ആളുകൾ ഒരുമിച്ച് ജീവിതത്തിൽ ഇമാജിൻ പോലും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് ശീലമാവും. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ഇടുന്നത് പലരും പറയാറുണ്ട് ഭയങ്കര ലെങ്തിയാണ്, വായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. ഒന്ന്, നിരന്തരമായ ആൽബനിസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ കേൾക്കുന്നുണ്ട്, കുറേ ആളുകൾക്ക് അതിന്ന് മനസ്സിലാവും. പിന്നെ നിരന്തരമായ ആൽബനിസം ഫോട്ടോസ് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയിൽ നിന്ന് നിങ്ങളുടെ കണ്ണടയ്ക്കാൻ നിങ്ങളുടെ കണ്ണു മാറ്റാം. പക്ഷെ ഞാനിടുന്ന ഫേസ്ബുക്കുകൾ നിരന്തരമായി ഇത്തരം ആളുകളെ കാണുമ്പോൾ ആ കാഴ്ച പോലും പിന്നീട് നിങ്ങൾക്ക് കോമൺ ആവും. കാരണം അതിനകത്തുള്ള എഴുത്തുകളുടെ ഇൻറ്റൻസിറ്റി കുറേയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിക്കുമ്പോൾ ഞാനടക്കം ഇവിടെ വന്നിരിക്കാനുള്ള കാരണം ആ എഴുത്തുകൾ വായിക്കുന്ന മനുഷ്യരുമുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പോഴും ഈ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും സർക്കാരുകൾ ഇത് പരിഗണിക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കുറച്ച് ആളുകളേ ഉള്ളൂ. ആരും വലിയ പരാതികൾ പറയുന്നില്ല, ആരും ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇനി അങ്ങനെ ആളുകൾ പറയാതിരിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വോട്ട് ചെയ്യണമെന്ന് തന്നെ ആവശ്യപ്പെടുകയും ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ചിട്ട് വീട്ടിൽ വന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞു, പലരുടെയും വീട്ടിൽ വന്ന് വോട്ടുകൾ നടന്നു. രണ്ടാമത് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനിയും അത് ആളുകൾ ഇവിടെ വിചാരിച്ചാൽ പോസിബിളാണ്. ഈവൻ മാധ്യമങ്ങൾക്ക് പോലും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയം മുതൽ വോട്ട് ചെയ്ത് തിരിച്ച് വരുന്ന സമയം വരെ ഞങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണോ, സൺ അനുസരിച്ചും സോഷ്യൽ അനുസരിച്ചും പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത 2 കാര്യങ്ങൾ ലഭിക്കും. ഒന്ന്, എത്ര മനുഷ്യർ ഞങ്ങളുടെ ഒരു ഇതിലുള്ളവർ വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടെന്ന് കിട്ടും. അതുകൂടാതെ ഒരു കണക്കുമില്ലാത്ത ആളുകളെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങളെ കൺസിഡർ ചെയ്യപ്പെടാത്തത്. ഇതൊരു സോളിഡ് വീഡിയോ ഡോക്യുമെൻ്റ് ആണ്, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. പിന്നെ വോട്ട് ചെയ്യാതിരുന്നു എന്നുള്ളത് കൊണ്ട് കാര്യമില്ല, വോട്ട് ഞങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് ഇതുപോലെ ഡോക്യുമെന്റ് ചെയ്ത് തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യപ്പെടണം. ഇപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും പരിചയപ്പെടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് തുടങ്ങണം എന്നുള്ളൊരു ആവശ്യം പറയുകയോ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ എന്താണ് ഒരു ഡേറ്റ, എങ്ങനെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് ഇത്തരം ആളുകളെ എനിക്ക് ആൽബനിസം ഉണ്ട് അങ്ങനെയുള്ളവരെൻ്റെ ഇൻബോക്സിൽ വരിക അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും നടക്കില്ല. കാരണം പല ആളുകൾ ഇപ്പോഴും ആ ഒരു ഷെല്ലിലാണ്, അവർക്കത് പ്രൊട്ടക്ട് ചെയ്ത് വെളിയിലേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചേട്ടൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കാനുള്ള ഒരു നെക്സ്റ്റ് ലെവല്? ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലെവലൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ നിങ്ങളടക്കം സാധാരണ മനുഷ്യർ കാണുമ്പോൾ ആ സാധാരണ മനുഷ്യർക്ക് അറിയുന്ന ആൽബനിസം ഉള്ള ആളുകളെ കുറിച്ചുള്ള ഡേറ്റ എനിക്ക് കിട്ടിയാൽ അതുപോലും എനിക്ക് ഒരു പ്രൈമറി ഡേറ്റയാണ്.
പക്ഷേ അവരിൽ നിന്നൊക്കെ സങ്കടം കൊണ്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം, അവരൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് എപ്പോഴോ കണ്ടിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനിലാക്കുന്ന മറ്റൊരു ആൽബിനിസം വസ്തുതയാണ്, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇവരെ കണ്ടിട്ടുള്ളൂ, അതിനുശേഷം ഇവരെ കണ്ടിട്ടുമില്ല. പ്രത്യേകിച്ച് ഇവരോട് പേരോ ഈ പറയുന്ന മറ്റുള്ളവർ വലിയ കാര്യമായിട്ട് ഇവരോട് അടുപ്പം കാണിക്കാത്തതുകൊണ്ട് അവരുടെ പേരും അറിയത്തില്ല, വീടും അറിയത്തില്ല. അതായത് നമ്മൾ തമാശയ്ക്ക് പറയും, കാക്കയൊക്കെ എവിടെയാണ് പോയി മരിക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെ, ഒരു 500 രൂപ കൊടുത്താൽ പത്രത്തിലോ ഒരു സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിലോ ഒരാൾ മരിച്ചാലെങ്കിൽ ആദരാഞ്ജലി വാർത്തയായിട്ട് കാണേണ്ടതാണ്. എൻ്റെ മുമ്പിൽ ഉള്ള സോഷ്യൽ മീഡിയയിൽ എവിടെയും ഇവർക്കൊരു ആരോഗ്യ പ്രശ്നം വന്നതായിട്ട് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തതായിട്ടോ എനിക്കൊന്നും ഒരു അറിഞ്ഞൂടാ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ആൽബിനിസം ഉള്ള ഒരാൾ മരിച്ച സ്ഥലത്ത് നേരിട്ട് പോവുകയോ അല്ലെങ്കിൽ പത്രത്തിലോ അല്ലാത്ത സ്ഥലത്തോ നിങ്ങൾ ഒരു മരണ വാർത്ത കാണുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ജനിച്ചതിനും കണക്കില്ല, മരിച്ചതിനും കണക്കില്ല. ഈ മനുഷ്യരോട് ആക്ച്വലി ആരാണ് ആക്ച്വലി ഇവരുടെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? എന്നാൽ യുണൈറ്റഡ് നേഷൻ അടക്കമുള്ള ഇതിന് കൃത്യമായിട്ട് ഈ പറയുന്ന ഇത്തരം ആളുകളെ പരിഗണിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ പോലും അറിയാത്ത, നമ്മൾ അവരെ അവഗണിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അവരെ പരിഗണിക്കാതെ പോകുന്നത് കൊണ്ട്, അവരെക്കുറിച്ച് സംസാരിക്കാതെ പോകുന്നത് കൊണ്ട് ഇതൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ്. ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും മറ്റുള്ള ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്കും ആളുകൾ പറയും മനുഷ്യാവകാശ കമ്മീഷൻ സ്വയം കേസ് ഏറ്റെടുക്കണം, കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ജനിച്ചതിനും കണക്കില്ല, മരിച്ചതിനും കണക്കില്ലാത്ത ഇവരുടെ പ്രശ്നം മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റെടുക്കണമെന്ന് പറയാൻ ഞാൻ ഇനി വേറെ എന്ത് ചെയ്യണം? ഇത് ഞാനല്ല പറയേണ്ടത്. ചേട്ടനത് പറയുമ്പോൾ തന്നെ ഞാൻ ബ്ലൈൻഡായി പോകുന്നു. ചേട്ടനത് പറഞ്ഞപ്പം നമ്മളാണെങ്കിലും ചെറുതിലെ പത്രം വായിക്കുമ്പോൾ മരണ പേജുകൾ നോക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ റാൻഡം ഇതിൽ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ചേട്ടൻ പറഞ്ഞ പോലെ അവരെ ഒന്ന് നോക്കും, പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ണ് വലിക്കുന്നതാണ് എന്തോ നമ്മൾ പിന്നെ നോക്കാറില്ല. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, തുറിച്ചു നോട്ടം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ, നിങ്ങളെന്തിനാ എന്നെ തുറിച്ചു നോക്കും. നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും, അല്ലെങ്കിൽ ആ ചേട്ടൻ ചിലപ്പോൾ പരിചയപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ചേട്ടൻ പറഞ്ഞ പോലെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ സത്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്, കണ്ണിന് നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് വല്ല പ്രശ്നങ്ങളോ? അത് ആൽബിനിസം ഉണ്ടാവുന്ന ആളുകൾക്കൊക്കെ കണ്ണിന് എന്തെങ്കിലും ചെറിയ, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എന്നാലും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ചെറിയ പ്രത്യേകതകൾ ഉണ്ടാവും. കണ്ണ് ഭയങ്കരമായിട്ട് ഓടുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. നിസ്റ്റാഗ്മസ് എന്ന് പറയും, കണ്ണ് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റെഡ് ഐ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി നിസ്റ്റാഗ്മസ് ഉള്ളത്, അതായത് കണ്ണ് നല്ല ഓട്ടത്തിലായിരിക്കും. ഇപ്പോൾ കണ്ണ് ഓട്ടത്തിലായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, പക്ഷേ എനിക്ക് ഒരു പ്രത്യേക ലൈറ്റും കംഫർട്ടും ആയിട്ടുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒന്നത്. രണ്ട്, ഈ എന്തുകൊണ്ടാണ് ആൽബിനിസം ഉള്ള ആളുകളുടെ കണ്ണിന് ഒരു കാഴ്ച പരിമിതി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ കൃഷ്ണമണി സാധാരണ കറുത്തിട്ടാണ്, ഞങ്ങൾക്ക് കുറച്ചുകൂടി പൂച്ചക്കണ്ണായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇച്ചിരി ലൈറ്റ് ഷെയ്ഡായിരിക്കും. ഈ മെലാനിൻ അതിൻ്റെ അകത്തും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൂടാതെ ഈ എന്താ പറയുക, പുരികത്തിന് കൺപോളകളില്ലേ, അതും പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് ബ്ലാക്ക് ആവുമ്പോൾ ലൈറ്റ് പിന്നെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾക്കൊരു കുറച്ചുകൂടി കാഴ്ച ക്ലിയർ ആക്കും. പക്ഷെ ഇത് വൈറ്റ് ആയതുകൊണ്ട് അവിടെയും റിഫ്ലക്ഷനാണ്. സ്വാഭാവികമായിട്ടും ഈ ലൈറ്റ് കൂടുന്നത് അടക്കം വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർക്ക് കണ്ണുകൊണ്ട് നോക്കാം ഉള്ള കാഴ്ച, പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന വെള്ള കളറിലുള്ള കൺപീലിയും കൂടി ഇത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച്, അതായത് ആൽബിനിസം ഉള്ള ഒരു മനുഷ്യൻ പുറത്തിറങ്ങി പഠിച്ച് എന്തെങ്കിലും ഒക്കെയായി ഇവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവൻ ഒരേ സമയം സമൂഹത്തോടും അവരുടെ അന്ധവിശ്വാസങ്ങളോടും വെറുപ്പിനോടും വേണ്ടാതീനങ്ങളോടും ഈ നേച്ചറിനോടും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് നിൽക്കുക. അങ്ങനെ പുറത്തിറങ്ങുന്ന ആളുകളെയാണ് നമ്മൾ ഒറ്റയടിക്ക് അവരുടെ സോഷ്യൽ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രായമുണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു പേര് വിളിക്കാതെ അവർ നമ്മളെ സായിപ്പേന്ന് മാത്രം, മദാമേന്ന് മാത്രമാണ് വിളിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഇവർക്കൊരു സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവും. കാരണം നമ്മളൊരാളെ ഒരു പേരെടുത്ത് വിളിക്കുന്നതും, ഈ നാട്ടിലുള്ള പല ആളുകളും സോഷ്യൽ മീഡിയയ്ക്ക് അകത്തും പുറത്തുമൊക്കെ അവരുടെ പേരും അച്ഛൻ്റെ പേരും വീട്ടുപേരും ഒക്കെ ചേർത്ത് നന്മമരമാവുന്നത് മുതലുള്ള എല്ലാ സാമൂഹ്യ പ്രക്രിയയിൽ ഏർപ്പെടുന്നതും അവർക്കൊരു സോഷ്യൽ വാല്യൂ കിട്ടാനും അതിൻ്റെ സോഷ്യൽ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബം കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരാൾ ജനിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. എല്ലാ വീട്ടിലും അല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഈ തൃശ്ശൂരും തിരുവനന്തപുരത്തുമായിട്ടുള്ള 2 കേസുകൾ, റീസെൻ്റ് ആയിട്ടുള്ള കേസുകൾ, ഇങ്ങനെ ഒരു ആൽബിനിസം കുട്ടി ഉണ്ടായപ്പോൾ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെയോ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ കാരണം ഇത് വേറെ ആർക്കും ഉണ്ടായ കുട്ടിയാണ്. അതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ അച്ഛന്മാർ അവരുപേക്ഷിച്ചിട്ട് പോയി.
സൊസൈറ്റി ഉണ്ടാക്കുന്ന സ്റ്റിഗ്മയുടെ പേരാണ്. അതായത് അതായത് ഇവൻ കറുത്ത എൻ്റെ കുഞ്ഞല്ല. കറുത്ത വീട്ടിൽ വെളുത്ത കുട്ടി ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന അതേ ആള് സൊസൈറ്റീൻ്റെ ചില പ്രശ്നം തന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇത്തിരി എക്സ്ട്രീം ആയിരിക്കും. പിന്നെ ഇത് ശാപം കിട്ടിയ ജന്മമാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞും സ്വയം പഠിച്ചും ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇതെല്ലാം ഡെവലിഷ്, ഞങ്ങളൊക്കെ ഡെവിളാണ് എന്ന് തീരുമാനിക്കുന്ന കുറച്ച് പേരുണ്ട്. ഞങ്ങൾ ഒരിക്കലും പോസിറ്റീവായിട്ട് സംസാരിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഇതില് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ലൈറ്റിൽ പോലും ചേട്ടന് പ്രശ്നമുണ്ടോ? കുറച്ച് സമയമെടുക്കും നമ്മൾ ആ ഒരു കംഫർട്ട് സ്റ്റേജിലേക്ക് വരാൻ. അതാണ് ഈ സൺബേൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരുട്ടിൽ ദിവസങ്ങളോളം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നത്. വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് 1-2 ദിവസത്തെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അവരെല്ലാം സജസ്റ്റ് ചെയ്യുക ഈ വിത്തൗട്ട് എനി ലൈറ്റ്, അതിൻ്റെ അകത്തുനിന്നും വരുന്ന UV റേ കൂടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളോട് അകത്തിരിക്കാനാണ് പറയുക. ആ സമയത്താണ് നമ്മളുടെ സുരക്ഷയെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ പറയണം, നിങ്ങൾ അകത്തിരുന്നുകൂടെ, നിങ്ങൾ AC തന്നെ ഇരുന്നുകൂടെ. എവിടെയാണ് ഞങ്ങൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് സൊസൈറ്റീൻ്റെ ഭാഗമല്ല. തൊഴിൽ എവിടെയെങ്കിലും ഇരുന്നെടുത്ത് സൊസൈറ്റീൻ്റെ നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇൻ്റർ കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ ഞങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരോ എന്തെങ്കിലും ആവത്തുള്ളൂ. അപ്പോൾ ഈ സൺബേൺ വരുമെന്ന് വിചാരിച്ച് അകത്തിരുന്നാൽ AC-ക്കോ കംഫർട്ടിൻ്റെ അകത്തോ ഇരുന്ന് കഴിഞ്ഞാൽ ആളുകളുടെ തോന്നൽ പിന്നെയും കൂടും, ഞങ്ങൾ ആരോട് സംസാരിക്കും. അല്ല, ഇപ്പൊ AC-യുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അധികമായിട്ടല്ല AC-യൊക്കെ ഇത്രയും സുലഭമായിട്ടും സാധാരണക്കാരന് കിട്ടാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ അവനും ഇങ്ങനെ ചെയ്യാൻ. അതിനു മുന്നേ എങ്ങനെയാണ് ചേട്ടാ ഇതൊക്കെ ഒന്ന്? അന്നും ചൂടുണ്ട്, അന്ന് വേനലുണ്ട്, വേനലും ചൂടും ഒക്കെ ഉണ്ട്. നോർമലി ഉള്ള സമയത്ത് പോലും ഞങ്ങൾക്ക് പണി കിട്ടും. അതായത് സ്വന്തം മറ്റുള്ളവർ കാണാതെ ഈ കണ്ണടക്കം ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ എടുത്ത് ഒരാളും അറിയാതെ, ചിലപ്പോൾ ഞാൻ അഭിനയിക്കാൻ പഠിച്ച അങ്ങനെയൊക്കെ ആയിരിക്കും. വേറെ തുപ്പലം അല്ലാതെ വേറെ നമുക്ക് വേറെ ഒന്നുമില്ല. ചില നേരത്ത് എന്താ നമ്മുടെ തുപ്പലം തന്നെയായിരിക്കും പൊള്ളിയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് തേക്കാനുള്ള ആദ്യത്തെ. അല്ല, മീൻസ് അങ്ങനെയും സാഹചര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അത് കണ്ണ് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കാരണം അവിടെ എനിക്ക് ആളുകളോട് സംസാരിച്ചേ പറ്റുള്ളൂ, അവരെ ഉറപ്പിക്കാൻ പറ്റില്ല, അവരെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം എപ്പോഴും ഞാൻ തുപ്പലി കുളിച്ച് നടക്കുമായിരുന്നല്ല. അങ്ങനെയും ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഐസ് ക്യൂബുകൾ, ഐസ് പാക്കുകൾ, ഇങ്ങനെയുള്ള ഇഷ്യൂ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇത് ചൂടങ്ങ് പൊള്ളി ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞതിന് ശേഷം ഈ മറ്റേ മീൻ വണ്ടി ഉണ്ടല്ലോ, മീൻ വണ്ടിക്കകത്ത് അവരെ തടഞ്ഞു നിർത്തി ഐസ് കട്ട ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ചില ആള് കാണുന്നവർക്ക് ചിലപ്പോൾ വെപ്രാളമൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ കംഫർട്ട് സോണിൽ ഇന്ന് എനിക്ക് വയ്യാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആളുകൾക്ക് അറിയാം എൻ്റെ വയ്യായ്ക വരുമോ, അല്ലാത്ത കാര്യങ്ങൾ വരുമോ, ഇപ്പോൾ അവൻ എവിടെയാണ്, ഇപ്പോൾ വിളിച്ചാൽ ചീത്ത കേൾക്കുമോ, അല്ലാതിരിക്കുമോ, ഇപ്പോൾ മെസ്സേജ് അയച്ചാൽ മതിയോ എന്ന് മുഴുവൻ അറിയുന്ന കുറേ സുഹൃത്തുക്കളെങ്കിലും എൻ്റെ ചുറ്റിനുമുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷയങ്ങൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ റിസ്ക് ഇത് പറഞ്ഞ് ഞങ്ങളെല്ലാം ഭയങ്കര പ്രശ്നക്കാരാണ് എന്ന് ഉള്ള നാട്ടുകാരുടെ ധാരണയിലേക്ക് എത്തിക്കാതിരിക്കണം എന്നുള്ളത് ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ ചൂടുമായി ബന്ധപ്പെട്ട പണികളുമല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നമായിട്ട് പേഴ്സണലി എനിക്കൊരു ഡോക്ടറെയും കാണേണ്ടി വന്നിട്ടില്ല. ഒരു റെഗുലർ ഡോക്ടറില്ല, അതിൻ്റെ ആവശ്യമില്ല. അതായത് ഒരു അലർജറ്റിക് അല്ല, ബാക്കിയുള്ള കാര്യങ്ങളല്ല, പ്രത്യേകിച്ച് ഇമ്മ്യൂണൈസേഷൻ ഇഷ്യൂസ് ഒന്നും വേറെ തരത്തിൽ അങ്ങനെ പറയാനൊന്നുമില്ല. അതായത് സാധാരണ മനുഷ്യരെക്കാൾ മച്ച് മോർ ബെറ്റർ ആണ്. വിയർക്കാറുണ്ടോ? വിയർപ്പൊക്കെ സാധാരണ പോലെ തന്നെ. പക്ഷെ വെയിൽ വരുമ്പോൾ ഇച്ചിരി പണി തരും സ്വാഭാവികമായിട്ട്. ചുണ്ടൊക്കെ ഡ്രൈ ആവോ? ചുണ്ട ഡ്രൈ ആവും, കണ്ണടക്കം ഡ്രൈ ആവും. കണ്ണടക്കം ഡ്രൈ ആവും. നിങ്ങൾക്ക് എത്ര വെള്ളം എത്ര ഇപ്പൊ നോർമൽ ഒരു മനുഷ്യന് നമുക്ക് ഒരു ദിവസം കുടിക്കേണ്ട വെള്ളം ഇത്ര വേണം അവരുടെ ശരീരത്തിന്റെ ഇത് വെച്ചിട്ട്? അങ്ങനെ നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അതിന് ഉണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞൂടാ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നു, നിങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കള് ഈ ഒരു വിഷയം, ഞാനൊരു ഇതിന്റെ എക്സ്പേർട്ട് അല്ല, ഞാനിതിന്റെ വിക്ടിം മാത്രമാണ്, ഞാൻ ഇര മാത്രമാണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ പറഞ്ഞതെല്ലാം കുറെ കൂടി അക്കാഡമിക് ആയിട്ട് സംസാരിക്കാൻ നമുക്കൊരു ഡോക്ടറെ കണ്ടെത്താമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ആ ഡോക്ടറാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. പക്ഷേ നമ്മളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കീഴിലോ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളുടെ കീഴിലോ ഒരു പോസ്റ്റർ പോലും കാണില്ല ആൽബിനിസം എന്നുള്ള വാക്കുമായിട്ട്. മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ആ ഒരു റിക്വസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഇതിൽ മറ്റൊരു റിക്വസ്റ്റ് ആയിരുന്നു ഇത്. എന്ത്? ഈ സമയത്ത് അവനവൻ്റെ ചൂടിനെ കുറിച്ച് മാത്രം ആളുകൾ ചിന്തിച്ചു പോയതുകൊണ്ടാണ്
അതും കഴിഞ്ഞതിന് ശേഷം പക്ഷിക്കും പട്ടിക്കും വരെ വെള്ളം കൊടുക്കാൻ തീരുമാനിച്ച് സർക്കാർ സംവിധാനവും പോലീസിന്റെ വകുപ്പ് അടക്കം ഇവിടെ പോസ്റ്ററുകൾ ഇടുന്നു, നാട്ടുകാർ ഷെയർ ചെയ്യുന്നു, എല്ലാവരും അവരുടെ മനുഷ്യത്വം കാണിക്കുന്നു. പിന്നെ അത് കൂടാതെ വനത്തിനകത്ത് പട്ടിണിയാണ്, മൃഗങ്ങൾക്ക് ഫുഡ് കൊടുത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേട്ടാ, നമ്മൾ അവരെ കുറ്റം അല്ല, ആരെങ്കിലും കുറ്റമല്ല ഞാൻ പറഞ്ഞത്. അതുവരെ എത്തിയ മനുഷ്യർക്ക് അവരുടെ കൂടെ തന്നെയുള്ള ഈ മനുഷ്യരുടെ അവസ്ഥ അവരറിയുക പോലും ചെയ്യാതെ പോയി. അപ്പോൾ ഈ സർക്കാരിനോടും പറയേണ്ട ഉത്തരവാദിത്തം എന്താണ്? എനിക്ക് ജനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയോട് എനിക്ക് യാതൊരു തരത്തിലും എതിര് പറയാനില്ല. കാരണം സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും അറിയില്ലാത്തൊരു കാര്യം സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യൻ അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒരു പോസ്റ്റർ വന്നിരുന്നെങ്കിൽ, കളറിന് കോംപ്ലക്സും ഉണ്ട്, കളറിന് പൊളിറ്റിക്സും ഉണ്ട്, കറുപ്പിന് മാത്രമല്ല പ്രശ്നം, വെളുപ്പിനും ഉണ്ട് പ്രശ്നം. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ നേരത്തെ നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരാദ്യം ചോദിക്കുന്നത് ഹായ് ഹൗ ആർ യു, വാട്ട്സ് യുവർ നെയിം. കാരണം അതിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. ഇംഗ്ലീഷ് ടോണിലാണ് സംസാരിക്കണമെങ്കിൽ ധൈര്യമായിട്ട് അവൻ അവിടെ ഇരിക്കും. അവൻ്റെ വലിപ്പം അടക്കം പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരോടും കഥ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വിളിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ സൈഡിൽ അത്രയും നേരം ഇരുന്ന ആ കാല് നീണ്ടുപോകുന്നത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. നമ്മളാരും പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല, നമുക്ക് വേണ്ടിയിട്ട് ആരും റെഡിമെയ്ഡ് ആയിട്ടൊന്നും തരാനില്ല. അവിടെ മുതലാണ് നമ്മുടെ ക്രൈസിസ്. ചില സ്ഥലത്ത് നമ്മൾ കൊണ്ടു നിൽക്കും, ചിലപ്പോൾ നമ്മൾ കൊടുത്തു നിൽക്കും. അങ്ങനെ കൊണ്ടും കൊടുത്തുമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന നാടകവും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം നമ്മുടെ സോഷ്യൽ കോൺസെപ്റ്റ് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ഇത് സാമൂഹ്യക്ഷേമ വകുപ്പാണെന്ന് പറയും, സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അടുത്തിലും പറയും ആരോഗ്യ വകുപ്പാണെന്ന് പറയും. പിന്നീടാണ് സാമൂഹ്യക്ഷേമം സാമൂഹ്യനീതി വകുപ്പൊക്കെ ആയിട്ടുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഇൻഡയറക്ട്ലി സണ്ണി ലിയോൺ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. സണ്ണി ലിയോൺ കാരണമാണ് എനിക്ക് പാസ്പോർട്ട് കിട്ടിയത്. ഒരു സ്ഥാനാർത്ഥി പോലും അവരുടെ ഇതിനിടയിൽ അവർ ചുട്ടുപൊള്ളുന്നതിനുള്ള പ്രൊട്ടക്ഷൻ നോക്കുന്നതല്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടെന്ന് ഇന്ന് വരെ ഒരു സ്ഥാനാർത്ഥി പോലും അവരുടെ പ്രചരണങ്ങളിൽ സംസാരിച്ചതായി ഞാൻ കേട്ടിട്ടില്ല.